ചൊക്രമുടിയിലെ കയ്യേറ്റക്കാരെ മലയിറക്കി വിടുമെന്ന ബി.ജെ.പി. ജില്ലാ നേതൃത്വം. ചൊക്രമുടി കയ്യേറ്റം മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്നതായും ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 30-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. ഇടുക്കി ദേവികുളം ബൈസൺവാലി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊക്രാമുടിയിൽ നടന്നിട്ടുള്ള കയ്യേറ്റ സ്ഥലം ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമലയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ചൊക്രാമുടിയിലെ കയ്യേറ്റക്കാരെ മലയിറക്കി വിടുമെന്ന് ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ ചൊക്രാമുടിയിൽ നടന്നിട്ടുള്ളത് വൻ കയ്യേറ്റമാണ്. ഭൂമി കയ്യേറിയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവന് ഭീഷണി ഉയർത്തുന്നത് കൂടിയാണ് ഈ കയ്യേറ്റം. ചൊക്രമുടി കൊടുമുടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വരയാടുകൾ, നീലഗിരി താർസ് എന്ന് വിളിക്കുന്ന വരയാടുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ചൊക്രമുടി. വരയാടുകൾ മാത്രമല്ല, സംരക്ഷിത സസ്യമായിട്ടുള്ള കുറിഞ്ഞി ധാരാളമായി പൂക്കുന്ന കുറിഞ്ഞികൾ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല, പശ്ചിമഘട്ട മേഖലയിൽ അതീവ ലോല പ്രദേശമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ചൊക്രമുടി. ഈ ചൊക്രമുടിയിൽ ഇപ്പോൾ വരാനുള്ള ഒരു സാഹചര്യം, ചൊക്രമുടി കൊടുമുടിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം കയ്യേറിക്കൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇവിടെ മിക്ക സ്ഥലങ്ങളും ഞങ്ങൾ നോക്കിക്കാണുകയുണ്ടായി. വലിയ അത്ഭുതം എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾക്ക് പട്ടയമുണ്ട് എന്നുള്ളതാണ്. പട്ടയമുണ്ടെന്ന് മാത്രമല്ല, ഏതാണ്ട് അടിമാലി സ്വദേശിയായിട്ടുള്ള ഒരാളുടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി NOC കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ. അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തന്നെ ജനവാസ മേഖലയും ടൗൺഷിപ്പുമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഒരു 5-10 സെന്റ് സ്ഥലത്ത് ഒരു സാധാരണക്കാരനൊരു കർഷകനോ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അനുമതി നൽകുന്നതിന് നിരവധി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം നിലവിലുണ്ട്. പല ആളുകൾക്കും ഒരു വീട് നിർമ്മിക്കാൻ വേണ്ട രീതിയിലുള്ള അനുമതികൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ അതീവ ലോല പ്രദേശമായിട്ടുള്ള പശ്ചിമഘട്ട മരനിലയിൽപ്പെട്ടിട്ടുള്ള ഈ ചൊക്രമുടിയിൽ, ഈ കൊടുമുടിയുടെ പ്രദേശത്ത് എങ്ങനെ പട്ടയം ലഭിച്ചു, എങ്ങനെ അവർക്ക് NOC ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ സംശയാസ്പദമാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണ നേതൃത്വത്തിന്റെയും അതുപോലെ ഉദ്യോഗസ്ഥ നേതൃത്വത്തിന്റെയും ഒക്കെ അറിവോടും അഴിമതിയും ഒക്കെയാണ് ഇതിൽ ഉള്ളതെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ചൊക്രമുടിയുടെ മറ്റൊരു പ്രത്യേകത, ഇപ്പൊ ഞങ്ങളുടെ കൂടെ ചൊക്രമുടി കുടി, അതായത് ചൊക്രമുടി കുടിയിലെ ആദിവാസി കുടിയിലെ കാണി ഇപ്പൊ നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ ഈ ചൊക്രമുടിയിലെ മറ്റൊരു പ്രത്യേകത, ചൊക്രമുടി ഈ കൊടുമുടിക്ക് തൊട്ട് താഴെ, ഇതിന്റെ ഒരു താഴ്വാരം എന്ന് പറയാവുന്ന പ്രദേശത്താണ് ചൊക്രമുടി കുടി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആദിവാസികളുടേതായിട്ടുള്ള ഒരു ട്രൈബൽ കുടിയുണ്ട്. കൂടാതെ തൊട്ടടുത്ത് SC കോളനിയുണ്ട്. മാത്രമല്ല, ചൊക്രമുടിയുടെ താഴ്വാരമാണ് ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ മുട്ടുകാടിലെ വലിയ വയലുകൾ, അതായത് ഇടുക്കിയുടെ കുട്ടനാട് എന്ന് വിളിക്കുന്ന വയൽ ഉള്ളൊരു പ്രദേശം ഈ ചൊക്രമുടി കൊടുമുടിക്ക് താഴെയാണ്. വൈസംവാലി, പൊട്ടങ്കാട്, അങ്ങനെ ഉള്ള നിരവധി ജനവാസ മേഖലകൾ ഉള്ള സ്ഥലമാണ്. ട്രൈബൽ കോളനിയായ ചൊക്രമുടിക്കുടി അടക്കമുള്ള താഴ്വരയിലെ പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നത് ചൊക്രമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജലസ്രോതസ്സുകളിൽ നിന്നാണ്. ഈ ജലസ്രോതസ്സുകളുടെ ഒഴുക്കുകൾ തടഞ്ഞുകൊണ്ട് വലിയ കുളവും തടയണയും നിർമ്മിച്ചിരിക്കുന്നത് ബൈസൺവാലി, മുട്ടുകാട്, പൊട്ടൻകാട് തുടങ്ങിയ മേഖലകളിലെ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നുണ്ട്. ആദിവാസി മൂപ്പന, ഞങ്ങൾ 1958 അവിടെ കയറി താമസിച്ച താഴെ, അവിടുന്ന് കുടിവെള്ളം ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ റിസോർട്ടിൻ്റെ ഭാഗത്ത് നിന്നാണ് ഞങ്ങൾ കുടിക്കുന്ന വെള്ളം. ഈ 2 തോട്ടിലുണ്ട്. അതിപ്പോൾ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നമാകും. വരയാടുള്ള മേഖലയാണ്, ആന ഉള്ള സ്ഥലമാണ്. കാട്ടുപോത്ത് വരെ ഞങ്ങളുടെ കുടിക്ക് അടുത്ത് വരെ ഒരു 6 മാസം മുമ്പ് വന്നായിരുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി ഉരുളുപൊട്ടലും ചോരലമല പോലെ ഉരുളുപൊട്ടലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും കുടിക്കാതെ SC കോളനി, ST കോളനി, വൈശ്യമേല് വരെ പോകും. പൊട്ടലുണ്ടായിക്കഴിഞ്ഞാൽ ഒത്തിരി അപകടങ്ങളുണ്ട്. ഇത്രയും വേഗം സർക്കാരിൽ നിന്ന് ഒരു നടപടിയെടുത്ത് ഈ പണി നിർത്തി വയ്ക്കണമെന്ന് താഴ്മയായി ആഗ്രഹിക്കുന്നു.
പശ്ചിമഘട്ടത്തിൽ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ ഇവിടെ പട്ടയം നൽകിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരാക്ഷേപത്രം നൽകിയതും എങ്ങനെയാണ് എന്ന് പരിശോധിക്കണം. ഭരണകക്ഷിയുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. കയ്യേറ്റക്കാരെ സഹായിക്കുന്നതിനുള്ള വലിയ അഴിമതി ചൊക്രമുടിയിൽ നടന്നിട്ടുണ്ട്. ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകരുമായി BJP നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. വയനാടിന് സമാനമായ ദുരിതം തങ്ങൾക്കുണ്ടാകുമോ എന്ന് ഭയമുണ്ടെന്ന് ചൊക്രമുടി ആദിവാസിക്കുടിയിലെ കാണി കുമാരസ്വാമി അഭിപ്രായപ്പെട്ടു. BJP അടിമാലി മണ്ഡലം പ്രസിഡന്റ് B. മനോജ് കുമാർ, BJP ബൈസൺവാലി പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യപ്പൻ, ജനറൽ സെക്രട്ടറി സതീശൻ, മണ്ഡലം സെക്രട്ടറി ആനി ബാബു, ദേവികുളം മണ്ഡലം സെക്രട്ടറി ജോഷി PA, നേതാക്കളായ ബാലു, അജയ് MS, പൊടുരാജ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഇടുക്കി ലൈവ് ന്യൂസ്, ബൈസൺവാലി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.